രാജമുദ്രകളും നാടുനീങ്ങിയ കേരളത്തിൽ ജനകീയ ഭരണം വന്നതോടെ രാജകീയ കൊടിയടയാളങ്ങൾ പഴങ്കഥകളായെങ്കിലും പെരുമയുടെ നാടുവാഴി കഥകൾ പഴയ തലമുറയ്ക്ക് ഇന്നും ആവേശം നൽകുന്നതാണ്. നാടടക്കി വാണിരുന്ന രാജകീയ പരമ്പരയിൽപ്പെട്ടവരിൽ 817 പേരാണ് സർക്കാരിൽ നിന്നും ഇപ്പോൾ പെൻഷൻ കൈപ്പറ്റുന്നത്. ആ ചരിത്ര വഴികളിലേക്കാണ് A to Z ന്യൂസ് മലയാളം 24 ഇത്തവണ സഞ്ചരിക്കുന്നത്. ജനങ്ങളെ അടക്കി ഭരിച്ചിരുന്ന രാജവംശങ്ങൾ സർവ്വപ്രതാപികളായിരുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു. പടനയിച്ചും കൊള്ളയടിച്ചും കൊന്നൊടുക്കിയും വെട്ടിപ്പിടിച്ചും കോട്ടകൊത്തളങ്ങളും കൊട്ടാരക്കെട്ടുകളും പടുത്തുയർത്തിയ 3 രാജവംശങ്ങളായിരുന്നു തിരുവിതാംകൂറും കൊച്ചിയും കോഴിക്കോടും. രാജവംശങ്ങളെല്ലാം അന്യം നിൽക്കുകയും അവരുടെ സ്വത്തുവകകൾ നാട്ടുരാജ്യ സംയോജന കാലത്ത് സ്വമേധയാ വിട്ടുകൊടുക്കുകയും ചെയ്ത ശേഷം ഇവരുടെയെല്ലാം പിന്മുറക്കാർ ദരിദ്ര നാരായണന്മാരായി മാറിയ ഒരു ചരിത്രവുമുണ്ട്. രാജാക്കന്മാരെല്ലാം നാട് നീങ്ങുകയും പ്രജകൾ രാജ്യഭാരം ഏറ്റുവാങ്ങുകയും കൊടിയടയാളങ്ങളൊക്കെ മാറി നാട്ടിൽ ജനകീയ ഭരണം വരികയും ചെയ്ത ശേഷം ജനകീയ സർക്കാർ നൽകുന്ന പെൻഷൻ തുക ട്രഷറിയിൽ എത്തിയിട്ടുണ്ടാകുമോ എന്ന ചിന്തയിൽ ദിനരാത്രങ്ങൾ തള്ളി നിൽക്കുന്ന രാജകുടുംബാംഗങ്ങളുടെ എണ്ണം ഇപ്പോൾ സർക്കാർ കണക്ക് പ്രകാരം 817 പേർ. നാടുകൾ അടക്കിവാണ ഈ ഭരണാധികാരികളെല്ലാം തങ്ങളുടെ ഭൂസ്വത്തുക്കൾ തിരുക്കൊച്ചി സംസ്ഥാനം രൂപം കൊള്ളുന്നതിന് മുമ്പേ സൗജന്യമായി സ്വമേധയാ വിട്ടു നൽകിയവരാണ്. പദവിയും അധികാര ചിഹ്നങ്ങളും നഷ്ടമായതോടെ പ്രതാപം നശിച്ച കൊട്ടാരക്കെട്ടുകളുടെയും മണിമാളികകളുടെയും കണ്ണാടിക്കോവിലകങ്ങളുടെയും ജീർണിച്ച് വീഴാറായ മച്ചുകൾക്ക് താഴെ ഇന്നും ഉറങ്ങി ഉണർന്ന് ഇവർ ജീവിതം തള്ളി നീക്കാൻ തുടങ്ങിയിട്ട് പതിറ്റാണ്ടുകൾ പലത് കഴിഞ്ഞു. പ്രജകളുടെ പട്ടിണി മാറ്റാൻ ജീവിതം ഒഴിഞ്ഞുവെച്ച നാട്ടുരാജാക്കന്മാരിൽ പലരുടെയും ജീവിതം ഇപ്പോൾ ഏറെ ദുരിതത്തിലാണ്. കൊടുക്കാൻ വൈകുമെങ്കിലും മറ്റുള്ളവർക്കെല്ലാം പെൻഷനും മറ്റ് ആനുകൂല്യങ്ങളും വാരിക്കോരി നൽകുന്ന സർക്കാർ ഈ നാടുവാഴികളെ മാത്രം എന്തുകൊണ്ടാണ് അവഗണിക്കുന്നത്? രാജകുടുംബങ്ങളും നാടുവാഴികളും ഇടപ്രഭുക്കന്മാരുമെല്ലാം സ്വമേധയാ വിട്ടു നൽകിയ സ്ഥാവര ജംഗമ സ്വത്തുക്കൾക്ക് പകരമായി മാറി മാറി വരുന്ന സർക്കാരുകൾ നൽകി വരുന്ന എക്സ് റൂളേഴ്സ് ആൻഡ് പൊളിറ്റിക്കൽ പെൻഷനാകട്ടെ വെറും 3000 രൂപയും ഇത് നൽകുന്നതാകട്ടെ 817 പേർക്കും. 1957 EMS നമ്പൂതിരിപ്പാട് കേരളത്തിൽ മുഖ്യമന്ത്രിയായിരുന്നപ്പോഴാണ് സിംഹാസനം നഷ്ടപ്പെട്ട രാജാക്കന്മാർക്ക് പെൻഷൻ നൽകാൻ ഉത്തരവിറക്കിയത്. 7 രൂപ 80 പൈസയാണ് പെൻഷനായി അന്ന് അനുവദിച്ചത്. മന്ത്രിമാർക്കും MLA-മാർക്കും MP-മാർക്കും അവരുടെ കാലാവധി പൂർത്തിയാകാത്തവരടക്കമുള്ള പേഴ്സണൽ സ്റ്റാഫുകൾക്കും പെൻഷനും പരിധിയില്ലാത്ത ചികിത്സാ സഹായങ്ങളും നൽകാൻ അതിവേഗ നടപടികൾ സ്വീകരിക്കുന്ന സർക്കാരും ധനവകുപ്പും തങ്ങളുടെ സ്വത്തുക്കൾ സർക്കാരിന് വിട്ടു നൽകിയതിന് പകരമായി കിട്ടേണ്ട പെൻഷനു വേണ്ടി നാടുവാണ പൊന്നുതാമ്പരാക്കന്മാരുടെ സന്തതി പരമ്പരകൾ ട്രഷറി വരാന്തയിലും സർക്കാർ ഓഫീസുകളിലും പ്രായവും അവസ്ഥയും മറന്ന് കയറിയിറങ്ങിയപ്പോൾ പെൻഷൻ തുക 7 രൂപ 80 പൈസയിൽ നിന്നും 3000 രൂപയാക്കി വർദ്ധിപ്പിച്ച് ഉത്തരവിറക്കി. 2011 മുതൽ 2016 വരെ അധികാരത്തിലിരുന്ന ഉമ്മൻചാണ്ടി പെൻഷൻ തുക വർദ്ധിപ്പിച്ചതല്ലാതെ കാരണം വിതരണം ചെയ്തില്ല. 2016 അധികാരത്തിലെത്തിയ ഒന്നാം പിണറായി സർക്കാരും 2017 ഒക്ടോബർ 29 വരെ 1 രൂപ പോലും എക്സ് റൂളേഴ്സ് ആൻഡ് പൊളിറ്റിക്കൽ പെൻഷനായി അർഹരായവർക്ക് നൽകിയില്ല. ധനവകുപ്പിന്റെ ചുവപ്പ് നടയിൽ കുടുങ്ങിക്കിടന്ന നാടുവാഴി പെൻഷൻ തുകയുടെ ഫയൽ പൊടി തട്ടിയെടുത്ത ധനവകുപ്പ് മന്ത്രി KN ബാലഗോപാൽ 2011 മുതൽ 2017 വരെയുള്ള എക്സ് റൂളേഴ്സ് പെൻഷൻ കുടിശ്ശികയായ 13,47,84,000 രൂപയും അനുവദിച്ച് ഉത്തരവിറക്കി. പിന്നീട് മുടക്കം വരുത്താതെ മുൻ രാജാക്കന്മാരുടെ പെൻഷൻ തുക കൃത്യമായി നൽകി തുടങ്ങുകയും ചെയ്തു. തിരുവിതാംകൂർ കൊച്ചി ഭരണകർത്താക്കളിൽ തിരുവിതാംകൂർ രാജകുടുംബത്തിന് മാത്രമാണ് ഇപ്പോഴും കെട്ടുറപ്പുള്ള സാമ്പത്തിക ഭദ്രതയുള്ളത്. മറ്റ് രാജവംശങ്ങളിൽപ്പെട്ടവരെല്ലാം ഇപ്പോഴും കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുകയാണ്. പൊതുവിപണിയിലെ വിലക്കയറ്റം മൂലം ജീവിതത്തിന്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ പാടുപെടുന്ന നാടുവാഴികളുടെ പെൻഷൻ പ്രതിമാസം 5000 രൂപയായി വർദ്ധിപ്പിക്കാൻ സർക്കാർ തയ്യാറാവണം. അർഹതയില്ലാത്തവർ പലരും വിവിധ സാമൂഹ്യ പെൻഷനുകൾ വാങ്ങുന്ന നമ്മുടെ നാട്ടിൽ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവരാണെന്ന വ്യാജേന റേഷൻ കാർഡ് തരപ്പെടുത്തിയിട്ടുള്ള സർക്കാർ ഉദ്യോഗസ്ഥർ വരെയുണ്ട്. കേവലം 817 പേർ മാത്രമാണ് കേരളത്തിൽ എക്സ് റൂളേഴ്സ് ആൻഡ് പൊളിറ്റിക്കൽ പെൻഷൻ വാങ്ങുന്നത്. ഇവരുടെ പെൻഷൻ തുക വർദ്ധിപ്പിച്ച് നൽകേണ്ടത് സർക്കാരിൻ്റെ കടമയും ഉത്തരവാദിത്വവുമാണ്. A to Z ന്യൂസ് മലയാളം 24.